ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യത്ത് മതവും ജനങ്ങളുടെ വിശ്വാസവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടനാപരമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഭരണ നേതൃത്വങ്ങൾക്കുണ്ട്. അത് ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന, വെല്ലുവിളി ഉയർത്തുന്ന മേഖലകൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഉണ്ടായാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. കേരളത്തിലെ വിഷയങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിഷയങ്ങളും വ്യത്യസ്ത തലങ്ങളിലൂടെ മാത്രമേ വീക്ഷിക്കാനാവൂ. കാരണം മണിപ്പൂരും മതപരിവർത്തന നിരോധന നിയമമൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം പോലെ തന്നെ കേരളത്തിലെ വിഷയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ പ്രധാനമായിട്ടും രണ്ട് മുന്നണികൾ ഭരിച്ച വ്യവസ്ഥിതിയാണ് നിലനിൽക്കുന്നത്, മാറി മാറി ഭരിച്ച വ്യവസ്ഥിതി. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട വിഷയം പൊതുതെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായിട്ട് തന്നെ വരേണ്ടതുമാണ് എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. കാരണം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ നീതി നിഷേധങ്ങൾ കേരളത്തിലെ ക്രൈസ്തവർക്ക് എഴുതിത്തള്ളാനാവുമോ? ജെ.വി. കോശി എന്ന് പറയുന്ന കമ്മീഷൻ വന്നു, അതിൻ്റെ റിപ്പോർട്ട് പോലും പരിപൂർണമായിട്ട് പുറത്തു വിടാതിരിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് എഴുതിത്തള്ളാനാവുമോ? കോടതി വിധിയിലൂടെയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ കാലങ്ങളായിട്ടുള്ള നീതി നിഷേധത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടത്. അത് നിഷേധിക്കാൻ ഒക്കുമോ? ഇത് മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവർ ഉൾപ്പെടുന്ന പൊതുസമൂഹം നേരിടുന്ന വെല്ലുവിളികളുണ്ട്.